ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശങ്കർദാസിന് തിരിച്ചടി. ശങ്കർദാസിന്റെ ഹർജി തള്ളി സുപ്രീം കോടതി. ശരത് ലാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരത് ലാൽ, എന്താണ് വിവരങ്ങൾ? ശരത് ലാൽ, എന്താണ് വിശദാംശങ്ങൾ? സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടാൻ യാതൊരു താല്പര്യവും കാണിച്ചില്ല എന്നുള്ളതാണ് പിന്നെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ശങ്കർദാസിന്റെ ഹർജി പരിഗണന ഇപ്പോൾ ഉണ്ടായിരുന്നത്. കാരണം സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഹർഷൻ, ഇത് സംബന്ധിച്ച ഹർജികളിലെ ഈ പരാമർശങ്ങൾ നീക്കേണ്ടത് കീഴ്ക്കോടതിയാണ്. ഇപ്പോൾ നിലവിൽ ഈ സാഹചര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ജാമ്യമാണ്, മുൻകൂർ ജാമ്യമാണ് എങ്കിൽ അത് കീഴ്ക്കോടതിയെ സമീപിക്കണം, ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കണം. മുൻകൂർ ജാമ്യാപേക്ഷ അദ്ദേഹം അറസ്റ്റിലായതോ ഇത് സംബന്ധിച്ച കാര്യങ്ങളൊന്നും വിശദമായ സർക്കാരിൽ നിന്ന് സത്യവാങ്ക ആവശ്യപ്പെടേണ്ട കാര്യമില്ല തുടങ്ങിയ പ്രാഥമിക വാദത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഹർജിയിൽ ഇടപെടാൻ കോടതി വിസമ്മതിക്കുകയായിരുന്നു. ഏതായാലും ഹർജി തള്ളി എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. എന്തെങ്കിലും ശബരിമലയിൽ വലിയ ക്രമക്കേടാണ് എന്ന് കൂടി സുപ്രീം കോടതി കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഷബ്ന അതിന്റെ വിശദാംശങ്ങളുമായി ചെയ്യുന്നുണ്ട്. ഷബ്ന, എന്താണ് വിവരങ്ങൾ? ശങ്കർദാസിന്റെ അപ്പീൽ പരിഗണിക്കുന്ന വേളയിലാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് വലിയ ക്രമക്കേടാണ് എന്ന് സുപ്രീം കോടതി വിമർശനം ഉന്നയിച്ചത്. വലിയ ക്രമക്കേട് തന്നെ നടന്നിരിക്കുന്നു, ദൈവത്തിനെ പോലും നിങ്ങൾ വെറുതെ വിട്ടില്ലേ എന്ന പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇടപെടാൻ കോടതി വിസമ്മതിക്കുകയും ചെയ്തു. മറ്റൊന്ന്, ഈ പ്രായം കണക്കിലെടുത്ത് തൻ്റെ പ്രായം കണക്കിലെടുത്ത് തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നൊരാവശ്യമായിരുന്നു ഉന്നയിച്ചിട്ടുള്ളത്. പ്രായത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ ഒരു പരിഗണന നൽകേണ്ടതുള്ളൂ. പക്ഷേ ഇത് വലിയ ക്രമക്കേട് തന്നെ ശബരിമലയിൽ നടന്നിരിക്കുന്നു. അത് ഗുരുതരമായ സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് കോടതി വ്യക്തമാക്കിയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശങ്കർദാസിനെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാത്ത നടപടിയെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഹൈക്കോടതിയുടെ പരാമർശം നീക്കണം എന്നൊരാവശ്യവും ശങ്കർദാസ് ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി പറയുകയും ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ ക്രമക്കേടാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്ന് കോടതി എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നു.